ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരുമായിരുന്നു. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിൽ യഥാർത്ഥത്തിൽ എല്ലാ മുന്നണികളും അവരവരുടെ രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇടതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയവുമാണ് മാറ്റുരച്ചത്. ഇവിടെ നോക്കൂ, UDF-ന്റേതാകട്ടെ BJP-യുടേതാകട്ടെ DMK-യുടേതാകട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴികെയുള്ള മറ്റെല്ലാ മൈക്കുകളിൽ നിന്നും വന്നത് ഒരേ ശബ്ദമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വ്യക്തിപരമായതിന്റെ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുമെതിരായി വലിയ ജനവിരുദ്ധ നിലപാടുകളാണ് അവരുടേത് എന്ന് പറയാവുന്ന വിധത്തിൽ 3 മൈക്കുകൾ ഒരുപോലെ ശബ്ദിച്ചിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വലിയ ജനവിധി വളരെ അഭിമാനകരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ്. ഒരു വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ഇവിടെ ഇല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ്. 96 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ ഒരുപക്ഷെ ജനാധിപത്യത്തിൽ നാണം കെടുന്ന വിധത്തിലുള്ള നടപടികളെല്ലാം ഒരുപോലെ നടത്തിയിട്ടും തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിട്ടും ലോകത്ത് കിട്ടാവുന്നവരെല്ലാവരെയും അണിനിരത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ വിജയം കാണുന്നു. ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാവുകയാണ്. കൂടുതൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ജനവിധി ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വിധേയത്വത്തോടെ ജനങ്ങളോട് കൂടുതൽ ഐക്യപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ബലം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതോടുകൂടി ഇനി ഒരു തിരിച്ചുവരവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെന്ന ആഹ്ലാദം കൊണ്ട ഇടതുവിരുദ്ധ കേന്ദ്രങ്ങളെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ബലം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകും. ഞങ്ങളെ പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്നതേയില്ല. ഇതിങ്ങനെ തന്നെ വരാനേ പറ്റുള്ളൂ. ഇതാണ് ജനങ്ങളുടെ വികാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ കണക്ക് വരവൂരിൽ കൃത്യമാണ്, ദേശമംഗലത്ത് കൃത്യമാണ്, വള്ളത്തോൾ നഗറിൽ കൃത്യമാണ്, പാഞ്ഞാളി കൃത്യമാണ്. പോയി വരട്ടെ, ഒന്ന് എണ്ണിക്കഴിഞ്ഞു വരട്ടെ. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രവചനത്തിൽ ഒരു തെറ്റും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിന് സാധാരണ തെരഞ്ഞെടുപ്പുകളെക്കാൾ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഓരോരുത്തരും അവരുടെ പക്ഷത്തെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരമഗീതം കുറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, ഒരേ വരികളോടെ പ്രതിപക്ഷ സംഘമാകെ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തുണ്ടാകുന്ന വിജയത്തിൽ ഒത്തുചേർന്ന ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അല്ല, സമാനതകളില്ലാത്ത പ്രവർത്തനം കോൺഗ്രസ് നടത്തിയെന്നൊക്കെ വാഴ്ത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു 3000 വോട്ടിന്റെ പ്രവചനമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തപ്പെട്ടു എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ജനാധിപത്യത്തിന്റെ വിജയമാണ് നിങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായി ചേലക്കര മാറി. ആളുകൾ കൂടുതൽ തമ്പടിച്ചതുകൊണ്ട് ജനാധിപത്യം കൂടുതൽ പ്രോജ്വലമായി എന്ന് നമുക്ക് കരുതാം. ആളുകൾ കൂടുതൽ തമ്പടിച്ചതുകൊണ്ട് ഈ ചേലക്കരയിൽ ആഭ്യന്തര വരുമാനത്തിൽ ഒരു നല്ല വർധനവുണ്ടായി. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. കുറച്ചുകൂടി ആളുകൾ വരേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആര് വന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം ആരെങ്കിലുടെയും വരവിനോടോ ആരുടെയെങ്കിലും പൊതുയോഗത്തിനോടോ ആരുടെയെങ്കിലും അപവാദ പ്രചരണത്തിനോടോ തുലനം ചെയ്യാൻ വിധാത്ത വിധത്തിൽ ഉയർന്നു നിന്നു എന്നുള്ളതാണ് ശരി. എല്ലാ പ്രവചനങ്ങളും ഞങ്ങൾ ആദ്യം മുതലേ ഈ സംഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇടതുവിരുദ്ധ കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ ഈ ഫലം ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നതേയില്ല, ഞങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കുകയാണ്. 15 എന്തായാലും സാധാരണ നിലയിൽ ഇങ്ങനെ പോകുമ്പോൾ വരേണ്ടതാണ്. കണക്ക് നോക്കാം നമുക്ക്. എന്തായാലും വിജയത്തിൽ ഇനി പുറകോട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്കുകൂട്ടി അതേ വഴികളിലൂടെ തന്നെയാണ് പോകുന്നത്. വേറെ പ്രയാസം 2026 വരെ പോകുന്നത് എന്തിനാ? 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും നല്ല സൂചനയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും കൂടുതൽ വിപുലമായ നടപടിക്രമങ്ങളിൽ വിപുലമായി മുന്നോട്ട് പോകും. അതാണ് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പഠിപ്പിക്കുന്നത് നിരവധി പാഠങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ചൂരൽമലയിലെ ദുരന്തത്തിലുൾപ്പെടെ കേരളത്തിന് ലഭ്യമാകേണ്ട എല്ലാവിധത്തിലുള്ള സഹായങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടുകയാണ്.
പെൻഷൻ ഫണ്ട് ബോർഡിനെ, കിഫ്ബിയെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ തലയിടാൻ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും അതിനു മുമ്പിൽ നിശബ്ദത പാലിക്കുന്ന പ്രതിപക്ഷവും ഉൾപ്പെടെയാണ് സർക്കാർ വികാരം എന്ന് പറഞ്ഞാൽ. അല്ലാതെ സർക്കാരിന്റെ വികസനം മാത്രമല്ല, ആ വികസനത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായ വികാരം കൂടിയാണ്. എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങളുണ്ടായി. ആശുപത്രികളിൽ കയറുന്നു, തെർമോമീറ്റർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു, ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡ് പിടിച്ചു നോക്കുന്നു, സ്കൂളുകളിലെ ബെഞ്ച് പരിശോധിക്കുന്നു, വികസനം നടത്തുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ചേലക്കരയിലെ ജനങ്ങൾ പറയേണ്ട മറുപടി അർഹമായ വിധത്തിൽ ഏറ്റവും മാന്യതയോടെ ഈ രാധാകൃഷ്ണന്റെയും UR പ്രദീപിന്റെയും ഒക്കെ മനസ്സുപോലെയാണ് ചേലക്കര. അതിന്റെ പാടങ്ങളുടെ ഭംഗി പോലെയാണ് ചേലക്കര. ചേലക്കരയ്ക്ക് ഒരു വിശുദ്ധമായിട്ടുള്ള മനസ്സുണ്ട്. അതനുസരിച്ച് ഏറ്റവും മാന്യമായ മറുപടി അവർ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിലോടുകൂടി നടത്തി. കണക്ക് അവസാനം കൂടി വന്നോട്ടെ. കണക്ക് കാര്യങ്ങൾ പഠിപ്പിക്കും. കണക്ക് പഠിക്കാൻ ആളുകൾ തയ്യാറാകണം. ഇത് കോലാഹലങ്ങളല്ല തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ജനാധിപത്യം. ആ ജനാധിപത്യ ഉത്സവം നന്നായി ജനങ്ങൾ ഉപയോഗിച്ചു. അത് പഠിക്കേണ്ട പാഠങ്ങൾ എല്ലാവരും പഠിക്കുന്നത് നന്നായി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവകാശപ്പെടുന്നു. ഇപ്പോഴും അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ആണ് നടക്കുന്നത്. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായിട്ട് ഇപ്പോഴും പ്രഖ്യാപിക്കാനായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിട്ടുള്ള വോട്ടുകളിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് പ്രധാനമായിട്ടും പരിശോധിക്കാനുള്ളത്. നിങ്ങളുടെ ചാനലുകൾ തന്നെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നിലപാട് എന്താണ്, ഞങ്ങളുടെ പ്രവചനം എന്താണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. തെറ്റായ ഒരു വഴിയുമില്ല. പാലക്കാട് വോട്ടൊട്ടും കുറയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും പാലക്കാട് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞ ഭാഷയിലായതുകൊണ്ട് അത് കഴിയട്ടെ, വോട്ടെണ്ണി കഴിയട്ടെ. അപ്പോൾ കൂടുതൽ വിശദീകരിക്കണം. സ്വാഭാവികമായിട്ടും അവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ, പ്രതീക്ഷകൾ, ആളുകളുടെ മനസ്സിലുള്ള ചില ധാരണകൾ അതൊക്കെ വരും. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കഴിയട്ടെ. ഇതായിരുന്നല്ലോ പ്രധാനമായിട്ടും കേരളത്തിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞത് തന്നെ, പാലക്കാട് ജയിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ചേലക്കരയിലെ റിസൾട്ട് ആയിരിക്കും ഞങ്ങൾ ഈ ഗവൺമെന്റിന് കൊടുക്കാൻ പോകുന്ന രാഷ്ട്രീയ പാഠം. അത് കഴിഞ്ഞല്ലോ, ആ പാഠവും പഠിച്ചല്ലോ. അപ്പോൾ വേറെ പ്രശ്നമില്ല.